എം ഡിയോടൊരു ചോദ്യമുണ്ടായി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും മഹത്തായ സംഭവം അതായിരുന്നു എന്നായിരുന്നു ചോദ്യം. സംശയമൊട്ടുമില്ലാതെ എം ഡി എന്ന് പറഞ്ഞു, ഭൂപരിഷ്കരണമെന്ന്. അത് പറയാൻ കഴിയുന്ന ഉൾക്കാഴ്ചയാണ് എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരനെ വ്യത്യസ്തനാക്കുന്നത്. എം ഡി ഭൂപരിഷ്കരണത്തിൻ്റെ അർത്ഥവും ആഴവും തിരിച്ചറിഞ്ഞ എഴുത്തുകാരനാണ്. ജന്മത്വത്തിൻ്റെ ക്രൂരമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക കെട്ടുപാടുകളും കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും അതടിച്ചേൽപ്പിക്കുന്ന സംഘർഷങ്ങളും സങ്കടങ്ങളും അതെല്ലാം തൻ്റെ കൃതികളിൽ ഇതിവൃത്തമാക്കി മാറ്റിയ എം ഡി രചനാസൗമുഖത്തിൽ മാത്രമല്ല അതൊക്കെ ചെയ്തത്, സമൂഹത്തെ നോക്കിക്കാണാനും അതിൻ്റെ പ്രയാണത്തിലെ ഏറ്റർക്കങ്ങളെ മനസ്സിലാക്കാനുമുള്ള വ്യാഖ്യാനത്തിൻ്റെ ഒരു കഴിവ് കൂടി എം ഡിക്കുണ്ടായിരുന്നു. അത്തരത്തിൽ എം ഡി ഒരു സാമൂഹിക വിമർശകനായ അർത്ഥവത്തായിട്ടുള്ള സമൂഹ വ്യാഖ്യാനത്തിൻ്റെ എല്ലാ പാഠങ്ങളെയും സ്വായത്തമാക്കിയ വ്യാഖ്യാതാവാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എം ഡി പ്രത്യക്ഷമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം നീതിയുടെ, സാമൂഹിക നീതിയുടെ, വ്യക്തിനീതിയുടെ, ജീവിതനീതിയുടെ എല്ലാം രാഷ്ട്രീയമായിരുന്നു. അതുകൊണ്ടാണ് സമൂഹ പ്രശ്നങ്ങളെയെല്ലാം അപഗ്രഥിക്കുമ്പോഴും അവയെപ്പറ്റി എഴുതുമ്പോഴും തനിക്ക് സ്വായത്തമായ ആ പ്രത്യേക തരത്തിലുള്ള ഒരു ആഖ്യാന ശൈലി എം ഡി എപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നത്. എം ഡിയുടെ കൃതികളൊക്കെ നോക്കിയാൽ കാലവും മഞ്ഞും മുസലിമത്തും തുടങ്ങി രണ്ടാമോളും തുടങ്ങി എത്രയോ സൃഷ്ടികൾ ഒരിക്കലും കേരളം മറക്കില്ല. ആ എഴുത്തുകാരനെ കൈവയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം മുഴുവനും ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നു വരും വരാതിരിക്കില്ല എന്ന്. അത് എം ഡിയുടെ കഥാപാത്രമായ വിമലയുടെ ചിന്തയാണത്, വരും വരാതിരിക്കില്ല എന്ന്. ഞാനിങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയാൻ ശ്രമിക്കുന്നില്ല. എം ഡി എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, സിനിമ തിരക്കഥാകൃത്താണ്, പത്രാധിപരാണ്, അതെല്ലാം ആയിരുന്നു. മാതൃഭൂമി വീക്ക്ലിയിൽ അദ്ദേഹം പത്രാധിപരായിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ലേഖനം ആദ്യമായിട്ട് അതിനകത്ത് വന്നത്. ആ ലേഖനം ഗംഭീരമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആ വിഷയം വളരെ പ്രസക്തമായിരുന്നു. അത് ഘാട്ട് കരാറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രംഗത്തുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റിയുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലേഖനമായിരുന്നു. ഒരു വാക്കുപോലും പെട്ടാതെ എം ഡി അത് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, വിനോദായതുകൊണ്ടല്ല, നല്ല ലേഖനമായതുകൊണ്ടാണ് അത് ഞാൻ പ്രസിദ്ധീകരിച്ചതെന്ന് എം ഡി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഓർമ്മകൾ ഒരുപാട് പൊന്തി വരുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എം ഡിയുടെ ഈ വിയോഗവേളയിൽ വേദനിക്കുന്ന എല്ലാവരുടെയും കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു. നാളെ നടക്കേണ്ടിയിരുന്ന പാർട്ടിയുടെ നവീകരിച്ച ഓഫീസിൻ്റെ MN സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ മാറ്റിവെക്കുന്നു. നാളെ ആരംഭിക്കേണ്ടിയിരുന്ന സ്റ്റേറ്റ് കൗൺസിൽ യോഗവും ഞങ്ങൾ മാറ്റിവെക്കുന്നു. എം ഡിയുടെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കൊടി താഴ്ത്തിപ്പിടിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ബന്ധുവായിട്ടാണ്, ശത്രുവായിട്ടല്ല നിങ്ങൾ എം ഡിയെ കാണുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ സാമൂഹിക വിമർശനത്തിൻ്റെ ആഴമറിഞ്ഞ, ആത്മാർത്ഥത അറിഞ്ഞ, ചിലപ്പോൾ ഞങ്ങളെയും വിമർശിച്ച, എന്നാൽ ഒരു ബന്ധുവിൻ്റെ ഭാവത്തിൽ ആ വിമർശനങ്ങൾ സൂക്ഷിച്ചു വെച്ച എഴുത്തുകാരനായിട്ടാണ്
എനിക്കെല്ലായ്പ്പോഴും എം ഡിയെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ആ കാര്യവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുന്നു. എനിക്ക് പോകാൻ വയ്യ. ഞാൻ പോയിരുന്നു അവിടെ. ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് അവിടെ പോയിരുന്നു. ഇവിടുന്ന് പോയത് എം ഡിയെ കാണാൻ വേണ്ടിയാണ്. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ഡിയെ ICUവിൽ കയറ്റി കാണിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി അങ്ങനെ ICUവിൽ ഒരുപാട് കുഴലും ഒക്കെയായിട്ട് കിടക്കുന്ന എം ഡിയെ കാണാൻ അപ്പോൾ മനസ്സ് പറഞ്ഞു അങ്ങനെ കാണേണ്ടായെന്ന്. ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് കാണേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എം ഡിയുടെ മകളെ കണ്ടു, പിള്ളോങ്ങളെ കണ്ടു, തിരിച്ചു പോരുകയായിരുന്നു. സജീവമായ എം ഡിയുടെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട്. കൂടിക്കാഴ്ചകൾ, ആ കനമുള്ള ശബ്ദം, ആ പതിഞ്ഞ തരത്തിലുള്ള സംഭാഷണങ്ങൾ, അതിനകത്തെല്ലാം അദ്ദേഹം അടക്കി വെച്ചിട്ടുള്ള ഒളിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള ആഴം, ഇതെല്ലാമാണ് മനസ്സിലും കാതിലും ഓർമ്മയിലുമുള്ളത്. ആ എം ഡിയാണ് പ്രിയപ്പെട്ട എം ഡി. താങ്ക് യു സർ.